ഹായ് ഗൈസ്. ഹായ് ഫ്രണ്ട്സ്. സോ എൻ്റെ കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത്. ആൻഡ് ഫൈനലി ഐ എം ഡൂയിങ് ദിസ്. സോ ഐ എം സ്വാതിക ആൻഡ് ദിസ് ഈസ് മൈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സ്വാതിക കാരാട്ടിൽ ഒഫീഷ്യൽ. സോ ഞാൻ ഇന്നൊരു കോണ്ടൻ്റായിട്ട് ചെയ്യാൻ പോകുന്നത് ഐ സ്റ്റഡീഡ് ആൻ എൻജിനീയറിംഗ്. ബട്ട് ഞാൻ അതുപോലത്തെ എഞ്ചിനീയർ അല്ല ഗൈസ്. ഐ ഹാഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ. ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് ഫ്രം JC തൃശ്ശൂർ. പക്ഷെ ഞാൻ അതിന് മുൻപ് ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നീറ്റ് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആൻഡ് ഫൈനലി ഐ എം ഡൂയിങ് ജോബ് ഇൻ കൊച്ചി വിച്ച് ഈസ് നോ റിലേറ്റഡ് ടു ദീസ് ടു. അതൊരു പുതിയ കാര്യമൊന്നുമല്ല. അപ്പോൾ അതിനെപ്പറ്റി ഒരു കോണ്ടന്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ദാറ്റ്സ് ഇറ്റ്. സോ എനിക്ക് ഒരു കോളേജ് ഫസ്റ്റ് ഇയർ തൊട്ടിട്ട് ഉള്ളൊരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുള്ളത്. ഐ വോണ്ട് ടു മേക്ക് കോണ്ടന്റ്, റീൽസ് ആൻഡ് ഷോർട്സ് ആൻഡ് എവറിത്തിങ്. ബട്ട് അന്ന് എൻ്റെ അടുത്ത് ഐഫോൺ, റിംഗ് ലൈറ്റ്, മൈക്ക് ഇങ്ങനത്തെ എടുക്കാൻ പറ്റിയ സെറ്റപ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ അത് മെല്ലെ മെല്ലെ തള്ളി അങ്ങനെ കുറച്ച് ഡിലേ ആയിപ്പോയി. ആൻഡ് ഫൈനലി ഇപ്പോഴും എൻ്റെ അടുത്ത് ഇതൊന്നുമില്ല. സോ ഐ ഫീൽ ലൈക്ക് നമ്മൾ ബെറ്റർ ദാൻ നെവർ എന്നാണല്ലോ, അല്ല ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണല്ലോ. അപ്പോൾ ഞാൻ കരുതി ഓക്കെ നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉള്ള സെറ്റപ്പ് വെച്ചിട്ട് തുടങ്ങി വയ്ക്കാം. ആൻഡ് പയ്യെ വെൻ മൈ വീഡിയോ ഗെറ്റ്സ് റീച്ച് ആൻഡ് ഓൾ ഞാൻ ഇതെല്ലാം വാങ്ങാം എന്ന് വിചാരിച്ചു. ദാറ്റ്സ് ഇറ്റ്. പിന്നെ എനിക്ക് ആക്ച്വലി വലിയ പിടിയൊന്നുമില്ല ഏത് ടൈപ്പ് കോണ്ടൻ്റാണ് ചെയ്യേണ്ടത്. ഞാൻ ഒരുപാട് മൂവി കാണുന്ന ഒരാളാണ്. സോ ആദ്യം ഞാൻ ഇനീഷ്യലി വിചാരിച്ചിരുന്നത് ഞാൻ കണ്ട ഏതെങ്കിലും മൂവിയുടെ റിവ്യൂസ് ആൻഡ് വോയിസ് ഓവറോ കൊടുത്ത് സ്റ്റോറി ടെല്ലിംഗ് പോലെയൊക്കെ പറയാൻ വിചാരിച്ചിരുന്നു. ആൻഡ് ദെൻ ഞാൻ വിചാരിച്ചു അത് കുറേ പേര് ചെയ്യുന്നുണ്ട്. ഓർ ലൈക്ക് ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ആണെങ്കിൽ അതും എനിക്ക് സെറ്റ് ആവാൻ തോന്നുന്നില്ല. മെല്ലെ മെല്ലെ ഞാൻ അതിലോട്ടേക്ക് വരും. സോ ബൈ നൗ ആരും പേടിക്കണ്ട. സ്ക്രീന് പെട്ടെന്ന് ഓഫായപ്പോൾ എന്താണെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. യെസ്, ഐ ഫൈൻഡ് ഇറ്റ്. So by now I'm doing something about my journey. So okay, ഞാൻ 10th 12th ഒക്കെ പഠിക്കുന്ന സമയത്ത് ഐ വാസ് എ വെരി അക്കാഡമിക്കലി ഫോക്കസ്ഡ് സ്റ്റുഡൻറ്റ്. നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കില്ല, പക്ഷെ ഞാൻ ഭയങ്കര അടിപൊളിയായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ. സ്കൂളിൽ പഠിക്കുമ്പോൾ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. അങ്ങനെ +2 കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് കൂടുതൽ ആൾക്കാരും പോകുന്നത് ഒരു മെഡിക്കൽ ഫീൽഡിലോട്ടേക്കാണ്. ആൻഡ് പിന്നെ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി ആയതുകൊണ്ട് തന്നെ യൂഷ്വലി നമ്മൾ കേൾക്കുന്നതാണ് മെഡിസിൻ റിപ്പീറ്റ് ചെയ്യണം, നീറ്റ് റിപ്പീറ്റ് ചെയ്യണം. സോ ഞാനും കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി റിപ്പീറ്റ് ചെയ്തു. ആൻഡ് ഐ വാസ് ദ കൊറോണ ബാച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ്സസ് എല്ലാം ഓൺലൈനായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വീട്ടിലിരുന്നിട്ട് പഠിക്കുന്നതൊഴിച്ച് ബാക്കി എല്ലാം നടന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അവിടുത്തെ ബുക്സ് തുറന്ന് നോക്കാറില്ലായിരുന്നു, ക്ലാസ്സസും വരെയൊക്കെ അറ്റൻഡ് ചെയ്യാറില്ലായിരുന്നു. ഞാൻ ഭയങ്കര ഉഴപ്പിപ്പോയി. അവസാനം എനിക്ക് അങ്ങനെ പഠിച്ചാൽ ആർക്കും ഒന്നും കിട്ടില്ല, അപ്പോൾ എനിക്കും കിട്ടിയില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പം ഇനിയും ഒരു വർഷം കൂടെ ഈ സെയിം പ്രോസസ്സൂടെ പോയി കഴിഞ്ഞാൽ മേ ബി എനിക്ക് അത്ര പാഷനേറ്റ് അല്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും ഞാൻ അങ്ങനെ ഒരു റിസ്ക് എടുത്തില്ല. ഐ ഫീൽ ലൈക്ക് വൈ നോട്ട് എഞ്ചിനീയറിംഗ് നമുക്കൊരു മെഡിസിൻ കഴിഞ്ഞാൽ പിന്നെ എഞ്ചിനീയറിംഗ് ആണല്ലോ. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഓക്കെ എഞ്ചിനീയറിംഗ് മേ ബി അതിലായിരിക്കും എൻ്റെ ഭാവി എന്ന് വിചാരിച്ച് ഞാൻ കീം എഴുതി. ഐ റോട്ട് JEE മെയിൻസ് ഞാൻ ക്വാളിഫൈഡ് ആയിരുന്നു. അഡ്വാൻസ്ഡ് ഞാൻ പോയി ഒരു 6 hours എന്തുള്ളൊരു എക്സാം ആയിരുന്നു. ആൻഡ് ഒരു 3-4 hours ഞാൻ ഭയങ്കര ഉറക്കമായിരുന്നു എക്സാം ഹാളിൽ ഇരുന്നിട്ട്. ബിക്കോസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റാത്ത ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ദെൻ ഐ റോട്ട് ഐസർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്ന എല്ലാ എക്സാംസും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവസാനം കീമോ വന്നു. സോ കീമോ വന്ന സമയത്ത് ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ആയിരുന്നു എൻ്റെ എക്സാമൊക്കെ ഉണ്ടായിരുന്നത്. ഞാൻ പോയി എക്സാം അറ്റൻഡ് ചെയ്തു. ആൻഡ് അങ്ങനെയാണ് ഞാൻ JC തൃശ്ശൂരിലേക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ആരൊക്കെയോ പറഞ്ഞു ഇലക്ട്രിക്കലാണ് ഗേൾസിന് സ്കോപ്പ് കൂടുതൽ, കരിയർ കുറച്ചും കൂടെ ഉഷാറാവും, അപ്പോൾ എന്തായാലും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എടുത്താൽ മതി, CS ഒക്കെ പഠിച്ചാൽ ഭയങ്കര CS ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കോഡിംഗ് ഒക്കെ വരും. പിന്നെ ഞാൻ ബയോസയൻസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തു. ഫസ്റ്റ് ഒരു 2 വർഷം ഫസ്റ്റ് ഒരു 2 സെമ്മും വലിയ കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പഠിക്കാനും ഞാൻ വല്ലാണ്ട് കഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു 4 years ജേർണി ആയിരുന്നു എഞ്ചിനീയറിംഗ്. ബട്ട് എൻ്റെ ലൈഫിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സും
എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല ഫ്രണ്ട്സും ഏറ്റവും കൂടുതൽ ഞാൻ ഫ്രണ്ട്സായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതും എല്ലാം എൻ്റെ ഒരു എൻജിനീയറിംഗ് ലൈഫിലാണെങ്കിൽ വേണമെങ്കിൽ പറയാം. ഏറ്റവും കൂടുതൽ ട്രിപ്പ് പോയിട്ടുള്ളതും ഫ്രണ്ട്സായിട്ട് ഹാങ് ഔട്ട് ചെയ്തിട്ടുള്ളതും ഐ എൻജോയ്ഡ് എ ലോട്ട്. അപ്പോൾ എനിക്ക് റിഗ്രറ്റ് ഇല്ല. അതുകൊണ്ട് അങ്ങനെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി ഐ ഗോട്ട് പ്ലേസ്ഡ് ഇൻ എ കമ്പനി ആൻഡ് ഐ ആം കറൻ്റ്ലി വർക്കിംഗ് ഇൻ കൊച്ചി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വരുന്നൊരു വ്ളോഗിൽ പറയാം. കറൻ്റ്ലി ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഞാനൊരു വീക്കെൻഡ് ആയപ്പോൾ വീട്ടിലോട്ടേക്ക് പോകുന്നു. പിന്നെ ഇവിടെ ബസ് സമരമൊക്കെ ആയപ്പോൾ ഞാൻ ഇവിടെ തന്നെ നിന്നു. ഒരു 2 days കഴിഞ്ഞിട്ട് ഇനി ഓഫീസിലോട്ടേക്ക് കയറണം. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് മൈ ജേർണി. ആൻഡ് ഇപ്പം 12th കഴിഞ്ഞൊക്കെ നിൽക്കുന്നവരടുത്ത് ഐ ജസ്റ്റ് വോണ്ട് ടു സേ, നിങ്ങൾക്ക് അത്രയും പാഷനേറ്റ് ആണ്, നിങ്ങൾക്ക് ഇതില്ലാണ്ട് പറ്റില്ല, ഇതാണ് നിങ്ങളുടെ പ്രൊഫഷൻ, ഇതിൽ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഏതൊരു സംഭവത്തിലാണെങ്കിലും ഇറങ്ങിത്തിരിക്കാൻ പാടുള്ളൂ. ഐ മീൻ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ യു ആർ ഡെഡിക്കേറ്റിംഗ് യുവർ 1 year അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് വെറുതെ ആരെങ്കിലും പറഞ്ഞു ഒരു ത്രില്ലിൻ്റെ പുറത്ത് ചാടി കയറി എടുക്കേണ്ട ഒരു ഡിസിഷൻ അല്ല അത്. യു ഹാവ് ടു ബി വെരി മച്ച് കെയർഫുൾ അബൌട്ട് ദാറ്റ്. നിങ്ങളുടെ പ്രൊഫഷൻ എന്തായിരിക്കണം, നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണ് സന്തോഷം കിട്ടുന്നത്, എന്ത് ചെയ്യാനാണ് നിങ്ങൾക്ക് ഇഷ്ടം, അതൊരുപാട് ആലോചിച്ച് ലൈക്ക് എല്ലാവരും ഫോളോ ചെയ്യുന്ന ആ ഒരു പാത്ത് തന്നെ ഫോളോ ചെയ്യണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ നിങ്ങളുടെ സ്കിൽ എന്താണോ അത് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മൈ ജേർണി. ആൻഡ് ഞാൻ ആക്ച്വലി വിചാരിച്ചിരുന്നത് ഇന്ന് രാവിലെ ഒരു വെളുപ്പാങ്കാലത്തൊക്കെ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്നൊക്കെ ആയിരുന്നു. ഒരു 7-8 മണിയൊക്കെ സമയത്ത് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഞാൻ എണീറ്റ് വന്നപ്പോഴേക്കും ഒരു 10-11 മണിയായിരുന്നു. സോ ഇപ്പോൾ ഒരു 12 മണിയോട് അടുപ്പിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ആൻഡ് ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം വിത്ത് സം ഫ്രഷ് കണ്ടൻറ്റ്. സോ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് സോറി ഫോർ ഓൾ ദ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ആൻഡ് ഓൾ. ഇവിടെ നല്ല രീതിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. ഇതിന് എത്രയും പെട്ടെന്ന് തന്നെ മൈക്കും റിംഗ് ലൈറ്റും സെറ്റപ്പൊക്കെ ആയിട്ട് വരാം. പിന്നെ എറണാകുളം പോയി കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഞാൻ ഇവിടെ നിന്ന് എൻ്റെ ട്രെയിൻ ജേർണി ആൻഡ് ഞാൻ ഓഫീസ് എവിടെയാണ്, എന്താണ് അവിടെ വർക്ക്, കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. ആൻഡ് ഇഫ് യു ഗൈസ് വോണ്ട് എനിത്തിങ്, വേറെ ഏതെങ്കിലും തരത്തിലുള്ള കോണ്ടൻറ്റ് ഓർ എന്തെങ്കിലും എൻ്റെ സൈഡിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് എക്സ്പ്രസ് ഇൻ കമൻറ്റ്സ്. ആരും ചീത്തൊന്നും പറയരുത് കമൻറ്റ്സിൽ. എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാവും. സോ അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്യണം, കുറച്ചുകൂടെ ബെറ്റർ എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ ഡെഫിനറ്റ്ലി വർക്ക് ഓൺ ദാറ്റ് ആൻഡ് ഡു ബെറ്റർ. താങ്ക് യു.